പാവം കാട്ടിലേക്ക് പോയതാ, രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതാ. ഇവരുടെ പണി തീർന്നു എന്ന് അയാൾ തെറ്റിദ്ധരിച്ചത്. അപ്പോഴേക്കും നെഞ്ചത്തടിച്ചൊക്കെ കരയാൻ തുടങ്ങി. പറഞ്ഞു, അതല്ല തീർന്നത്, രാമനൊന്നും പറ്റിയിട്ടില്ല, പിന്നെയോ കല്യാണം കഴിഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അച്ഛന് സന്തോഷമായി. എന്നാലും എന്നോടൊന്നും പറയാനില്ലേ മോന് കല്യാണം കഴിക്കാൻ പോകണമെന്ന്. ജനക മഹാരാജാവിൻ്റെ പുത്രിയാണെന്ന് കേട്ടപ്പോൾ സന്തോഷമായി. ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞോ, രണ്ടുപേരെയും കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൊണ്ട് 2-3 അവിടെ. അപ്പോൾ ഒരു അടിക്ക് ഒന്നിൻ്റെ എല്ലാം കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ജനകൻ്റെ ഉദ്ദേശം. അങ്ങനെ അവിടെ വെച്ച് എല്ലാവരും തിരിച്ചെത്തി. അവിടെ വെച്ച് ഗംഭീരമായ കല്യാണം നടക്കുകയാണ്. ശ്രീരാമസ്വാമി സീതാദേവിയും തമ്മിലുള്ള കല്യാണം. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നത്തെ ഈ ജനക മഹാരാജാവിൻ്റെ സഹോദരന് 3 പെൺകുട്ടികളുണ്ടായിരുന്നു എന്നാണ്. അവരെയൊക്കെ കൃഷബ്ധജനൻ അദ്ദേഹത്തിൻ്റെ 3 മക്കളെ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഭരതൻ കല്യാണം കഴിക്കുന്നു ആരെ? മാണ്ഡവി. പിന്നീട് ലക്ഷ്മണൻ കല്യാണം കഴിക്കുന്നു ഊർമിളയെ. ശത്രുഘ്നൻ കല്യാണം കഴിക്കുന്നു ശ്രുതകീർത്തിയെ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കൂ, കഥകളെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കൂ. ഒരിക്കലും നമ്മളെവിടെ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ രാമായണത്തെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിലൊരു ചോദ്യം ഇതായിരുന്നു, ഭരതൻ്റെ ഭാര്യയുടെ പേരെന്ത്? 15 കുട്ടികളുണ്ടായിരുന്നേ. ഒരെണ്ണത്തിന് അറിയില്ല ഉത്തരം എന്താണ്. അതിലൊരു കുട്ടി സ്മാർട്ടായിട്ട് ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഭരതൻ്റെ ഭാര്യയുടെ പേര് മിസ്സിസ് ഭരതൻ. അപ്പോൾ കുട്ടിക്ക് നല്ല ഉറപ്പാണ്, മിസ്റ്റർ ഭരതൻ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ അയാൾ മിസ്സിസ് ഭരതനായത്. കഴിഞ്ഞ ഉത്തരം മിസ്സിസ് ഭരതൻ. ഒരടിക്കാണ് ഉത്തരം. ഇതുപോലെ നമ്മൾ ഭരതൻ്റെ ഉത്തരം പറയരുത്. അപ്പം 4 പേര്, സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി, ഈ 4 പേരെ വിവാഹം കഴിക്കാൻ. ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ താത്വിക അംശങ്ങളുണ്ട്. നോക്കാം. ഏതായാലും സീതാ സ്വയംവരം നടന്നു. അവർ തിരിച്ചു വരികയാണ്. ഇപ്പം ഇവിടെ നമുക്ക് കഥ നമ്മൾ ഒരു നിമിഷം നിർത്തിക്കൊണ്ട്, എന്താണ് ഈ ഇത്രയും കഥകൾ? ഈ രാമായണത്തിലെ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, ബാലകാണ്ഡം എന്ന് പറയും. ഈ ബാലകാണ്ഡത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഇവിടെ സീതയായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും, സീത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ എന്നർത്ഥം, ശുദ്ധയായിരിക്കുന്ന മനസ്സിനെ തന്നെയാണ് സീത എന്ന് പറയുന്നത്. വില്ലൊടിച്ചുകൊണ്ടാണ് സീതയെ കൈവരിക്കുന്നത്. ത്രയംബക വില്ലാണത്. ത്രയംബകം എന്ന് പറയുന്നത് ജ്ഞാനത്തെയാണ് ത്രയംബകം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ത്രയംബക മന്ത്രം കേട്ടിട്ടുണ്ടോ? ത്രയംബകം യജാമഹേ. ഇത് ശ്രീരുദ്രത്തിൽ വരുന്നതാണ്. യജുർവേദത്തിലെ ശ്രീരുദ്രം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വരുന്ന മന്ത്രമാണ് ത്രയംബക മന്ത്രം. അവിടെ പറയും, ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാരുകം ഇവ ബന്ധനാൽ മൃത്യോർ മുക്ഷീയമാം അമൃതാത്. നല്ലൊരു ഉദാഹരണം പറയുകയാണ്. ത്രയംബകനെ ഭജിച്ചു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതുപോലെ ഊർവാരുകം ഇവ. ഊർവാരുകം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ വെള്ളരിക്ക പറയില്ലേ? ഈ വെള്ളരിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകതരം നാട്ടിലെ വെള്ളരിക്കയല്ല, ഒരു പ്രത്യേകതരം കുക്കുംബർ വെള്ളരിക്ക. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഞെട്ടറ്റ് പോകും. അങ്ങനെ ഒരു വെള്ളരിക്കുണ്ട്. ഈ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗത്താണ് അത് കൂടുതൽ കാണുക. നമ്മൾ വെണ്ണ പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ. പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. സോ സോഫ്റ്റ്, ഇറ്റ് ഇസ് സോ സ്വീറ്റാണ് ആ വെള്ളരിക്ക പോലെ തന്നെ ഇരിക്കും ആ സാധനം. കണ്ടു കഴിഞ്ഞാൽ പ്യുവർ വെള്ളരിക്ക, അതായത് കുക്കുംബർ പോലെ ഇരിക്കും. പക്ഷെ അത് പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ, നമ്മൾ സാധാരണ വെള്ളരിക്ക അതിൻ്റെ വലിച്ചെടുക്കണം, വള്ളിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് വള്ളിയിൽ നിന്ന് പൊട്ടിക്കേണ്ട, ഇത് ആ കണ്ണി വിട്ടുപോകുന്നത്. ഇതുപോലെ നാം ശരിയായ അറിവോടുകൂടി യജിച്ചു കഴിഞ്ഞാൽ വെള്ളരിക്കയുടെ കണ്ണിയേറ്റ് പോകുന്നത് ഊർവാരുകം ഇവ. ഊർവാരുകം എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക. അതുപോലെ മൃത്യോർ മുക്ഷീയം, മൃത്യുവിൽ നിന്നും കണ്ണിയേറ്റ് ബന്ധനാൽ മുക്ഷീയം, നമ്മൾ മുക്തരായി അമൃതാൽ നമുക്ക് എന്ത് കിട്ടും? അമൃതത്വത്തെ പ്രാപിക്കും. അപ്പം മരണത്തിൻ്റെ കണ്ണിയിൽ നിന്നും പൊട്ടി നമ്മൾ എവിടെ എത്തും? അമൃതത്വത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഈ മന്ത്രത്തിലൂടെ പറയാം. ഈ ത്രയംബകം എന്നുള്ള മന്ത്രം അത് സൂചിപ്പിക്കുന്നത് ജ്ഞാനത്തെയാണ്. ത്രയംബകം എന്ന് പറഞ്ഞാൽ, ത്രയം എന്ന് പറഞ്ഞാൽ 3, മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത് ജ്ഞാനക്കണ്ണിനെയാണത്. 2 കണ്ണുകൾ മാംസക്കണ്ണുകളും 3ാമത്തെ കണ്ണ് ജ്ഞാനത്തിൻ്റെ കണ്ണും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, സാധാരണ മാംസക്കണ്ണുകൊണ്ട് എന്നെ കാണാൻ സാധ്യല്ല. ഗീതയിലെ 15ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കും, വിമൂഢാനാനുപശ്യന്തി
പശ്യന്തി ജ്ഞാനചക്ഷുഷ. എന്നെ കാണാൻ ഇത് കണ്ണ് തന്നെ വേണം, ജ്ഞാനത്തിന്റെ കണ്ണ് വേണം. അപ്പൊ ത്രയംബകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം? മൂന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ അറിവിന്റെ കണ്ണ് ആണല്ലോ. അറിവിനെ തന്നെയാണ് ത്രയംബകം. അറിവോട് കൂടിയിട്ട്, അറിവിന്റെ കണ്ണോട് കൂടിയിട്ട് ത്രയംബകമാകുന്ന വില്ലൊടക്കുക എന്ന് പറഞ്ഞാൽ അറിവോടുകൂടി ആരാണോ തൻ്റെ ജീവിതത്തിൽ വിഘ്നങ്ങളായിട്ട് നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ തകർക്കുന്നത്, അവർക്ക് അവരുടെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ സീത എന്ന് പറയുന്നത് പരിശുദ്ധമാണ്, പവിത്രമാണ്, സ്വസ്ഥമാണ്, ശാന്തമാണ്. എവ്രി വൺ ഹാസ് ഗോട്ട് ദ പീസ്ഫുൾ മൈൻഡ്. വളരെ ശ്രദ്ധിക്കുക, ദ കോർ ഓഫ് ദി മൈൻഡ് ഈസ് പീസ്ഫുൾ. അപ്പൊ നമ്മുടെ എല്ലാ ടർബുലൻസ്, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും മനസ്സിന്റെ ബാഹ്യഭാഗത്താണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ സയന്റിഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ പോലും ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഉള്ളില്, ഓരോ ന്യൂക്ലിയസിന്റെ ഉള്ളെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്. ആണോ അല്ലയോ? അതിന്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിന്റെ പെരിഫറിയിലാണ്, ചുറ്റിലാണ് നിൽക്കുന്നത്. അതിന്റെ ആന്തരികമായ ഭാവം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനസ്സും ശുദ്ധ മനസ്സാണ്, പവിത്ര മനസ്സാണ്. അതിന്റെ അപവിത്രത ഇരിക്കുന്നത് അതിന്റെ ബാഹ്യഭാഗത്ത് മാത്രമാണ്. നമ്മൾ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കും തോറും, അറിവോടുകൂടി ത്രയംബകം അറിവോടുകൂടി ഉയർത്തും തോറും നമ്മുടെ ബാഹ്യമായ ആ ചങ്ങലകൾ വിട്ട് നാം കൂടുതൽ ആരോടെടുക്കും? ഭഗവാനോടടുക്കും തോറും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നമ്മുടെ കൂടെ ഉണ്ടാകും. ഇന്ന് നമ്മുടെ മനസ്സുണ്ടല്ലോ ശാന്തിയിലേക്ക് ആകർഷിക്കാത്തതിന് കാരണം അറിവോടുകൂടിയിട്ടല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഈ ബന്ധനങ്ങളെ, നമുക്ക് തകർക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞ പിന്ന് പൊട്ടിക്കാന്ന് പറയും അവര്. ചില സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടല്ലോ, പൈറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പിന്ന് പൊട്ടിക്കാൻ പറ്റും അവർക്ക്, കള്ളന്മാർക്ക്. ഇതുപോലെ നമുക്ക് നമ്മളെ ബന്ധനത്തിലാക്കുന്ന ബന്ധനങ്ങളുടെയൊക്കെ ആ പിന്ന് പൊട്ടിക്കാൻ സാധിക്കണം. അതിന് നമ്മൾ അറിവിന്റെ ദൃഷ്ടിയോട് കൂടിയിട്ട് വേണം ഇത് കാണാൻ. അപ്പൊ ആ അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഗുരു വേണം. അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷിയിലൂടെ പ്രചോദനം കിട്ടി വില്ലൊടച്ച് ആര് നേടിയത്? സീതയെ നേടിയത്. അപ്പൊ സീത എന്ന് പറയുന്നത് നല്ല മനസ്സാണ്, പരിശുദ്ധ മനസ്സാണ്, ശാന്ത മനസ്സാണ്, സ്വസ്ഥ മനസ്സാണ്. അത് നേടിയെടുക്കണമെങ്കിൽ നമുക്കൊക്കെ ആര് വേണം? ഒരു ഗുരുവിന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരു ഗുരുവിന്റെ സഹായത്തിലൂടെ നമുക്ക് കാര്യങ്ങളെ വേണ്ടുവിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആവർത്തിക്കും ഈ കാര്യം. തദ്വിത്തി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനേന തത്വദർശിത. ഗീതയിലെ 4-ാം അധ്യായത്തിൽ പറയാണ്, അർജുന, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദിസ് നോളജ്, ഗോ ടു എൻ ആചാര്യ. ഒരു ആചാര്യന്റെ അടുത്തേക്ക് പോകും. അപ്പൊ നിനക്ക് മനസ്സിലാവും ഉപദേശന്തിതേ ജ്ഞാനം. ഈ ജ്ഞാനം നിനക്ക് കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാവും, യെസ്, ഐ ക്യാൻ ലിഫ്റ്റ് മൈ മൈൻഡ്, ഇറ്റ് ഈസ് പോസിബിൾ. എൻ്റെ മനസ്സിനെ ഉയർത്താൻ എനിക്ക് സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് നിനക്ക് വരും. അപ്പൊ നിനക്ക് നിന്നെ ബന്ധനത്തിലാക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അറിവാകുന്ന കണ്ണോടുകൂടിയിട്ട് വലിച്ചൊടച്ചുകൊണ്ട് നിന്റെ ശാന്ത മനസ്സിനെ, സ്വസ്ഥ മനസ്സാകുന്ന സീതയെ നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ സ്വയംവരം എവിടെ നടക്കേണ്ടതാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കേണ്ടതാണ്. ഇന്ന് നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിലും ആ മനസ്സ് ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അസ്വാസ്ഥ്യങ്ങളും അസ്വസ്ഥതകളും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്. ഉത്ക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഭഗവാൻ ഉദ്ധവരോടും ഇത് തന്നെ പറയും. ഉദ്ധവരെ, ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് വളരെ അസ്വസ്ഥമാക്കുന്ന സാധനമാണ്. പക്ഷെ നിരന്തരമായ ഉപാസനയാ, നിത്യം ഉപാസന കൊണ്ട്, നിത്യമായ ഉപാസന കൊണ്ട് ഉദ്ധവരെ ഈ മനസ്സിനെ അങ്ങയിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രയാസകരമാണെന്ന് തോന്നുന്നത് പോലും നിരന്തര പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എളുപ്പമാക്കി തീർക്കാൻ സാധിക്കും, ഇല്ലേ? തുടക്കത്തിൽ നമ്മൾ പലതും വിചാരിക്കും, ഇത് പ്രയാസമാണല്ലോ എന്നുള്ളത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ഏത് പ്രയാസമായതും നിരന്തര പ്രാക്ടീസ് കൊണ്ട് ഈസി ആക്കി എടുക്കാൻ സാധിക്കും. ഭാഗവതമൊക്കെ ആദ്യം വായിക്കുന്നവർക്ക് തോന്നും, എന്തൊരു പ്രയാസം, സംസ്കൃതമൊക്കെ തലയിൽ പോലും കയറുന്നില്ലല്ലോ ഭഗവാനെ. നാരായണീയം വായിക്കുമ്പോൾ തോന്നും, എന്തൊരു കട്ടിയുള്ള ശ്ലോകങ്ങൾ, ഇത്ര വലിയ ശ്ലോകങ്ങൾ, അതെങ്ങനെ തലയിൽ കയറും? പക്ഷെ നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. ഇപ്രകാരം സീതാ സ്വയംവരം എന്ന് പറയുന്നത് ശുദ്ധ മനസ്സിനെ ബുദ്ധി കൊണ്ട് നേടിയെടുക്കുന്നതിനെയാണ് സീതാ സ്വയംവരം. ഇത് നമ്മളിൽ നടക്കേണ്ടതാണ്. അപ്പം
ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വേണം. അതാണ് ത്രയംബകം. ത്രയംബകത്തിലൂടെ വേണം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തി അതിനെ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ. ഇപ്രകാരമൊക്കെ ചിന്തകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നമുക്ക് ധന്യമാക്കണം. ഇതൊക്കെ സാധിച്ചതുകൊണ്ട് നോക്കൂ, ശ്രീരാമസ്വാമി സീതയെ നേടുന്നു. ആ സീതയെ നേടിയെടുത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ, ഒരു വലിയൊരു പരിവർത്തനം ശ്രീരാമസ്വാമിക്ക് ഉണ്ടാവുന്നു. കാട്ടിൽ പോകുന്ന സമയത്ത് സീത എല്ലാറ്റിനും പിന്നിൽ കൂടെ ഉണ്ടാവുന്നു. എന്ന് സീത നഷ്ടപ്പെടുന്നു, അന്ന് ശ്രീരാമസ്വാമി അസ്വസ്ഥനാണ്. ആണോ അല്ലയോ? അസ്വസ്ഥനാണ്. പിന്നെ രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ടാണ് സീതയെ തിരിച്ചു കിട്ടുന്നത്. അതും അഗ്നി സാക്ഷിയുടെ സീതയെ തിരിച്ചെടുക്കുകയാണ്. അതായത് എല്ലാ അപവിത്രകളും നീക്കിക്കൊണ്ട് സീതയെ വീണ്ടും പവിത്രയാക്കി തന്നോട് ചേർക്കുകയാണ്. അപ്പോൾ ഈ കഥകളൊക്കെ നോക്കുമ്പോഴല്ലോ, ദിസ് ഇസ് എ ജേർണി ഓഫ് ദി മൈൻഡ്. നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ഒരു യാത്രയാണ്. അതിനൊരു ആചാര്യൻ്റെ, ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം ഇതൊക്കെ പോസിബിളാക്കി തീർക്കാമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് നമ്മൾ ജീവിതത്തിൽ റിയലൈസ് ചെയ്യേണ്ടത്. നമുക്ക് കാണാം, ഭട്ടതിരിപ്പാട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻഡൾജായിട്ട് ജീവിക്കുന്നു അദ്ദേഹം, അല്ലേ? കഥകൾ കേട്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ് ഭാര്യയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അത് തന്നെ ജീവിതം എന്നൊക്കെ കരുതി അങ്ങനെ ഒരു ധൂർത്തനായി, അലസനായി, കാമമോഹിതനായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് പറയല്ലേ, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നുവല്ലോ, ഈ മനസ്സൊക്കെ ഒന്ന് ഉയർത്താൻ സാധിച്ചാൽ എത്ര ശ്രേഷ്ഠനാവുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണല്ലോ അദ്ദേഹം അവിടെ നിന്നിറങ്ങി പിന്നീട് അച്ഛനെ തന്നെ, പിതാവിനെ തന്നെ ഗുരുവായി വരിച്ച് ജ്ഞാനങ്ങളൊക്കെ നേടി ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൽ നിന്നും വാതരോഗത്തെ മേടിച്ചു എന്നൊക്കെയല്ലേ കഥ. പിന്നെ അദ്ദേഹം ഗുരുവായൂരപ്പനെയാണ് ഗുരുവായി കാണുന്നത്. അപ്പൊ പരീക്ഷത്തായി താനും ശ്രീശുഖബ്രഹ്മർഷിയെ ഗുരുവായൂരപ്പനെയും കണ്ടുകൊണ്ട് ഭാഗവതത്തെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഭാഗവതത്തെ നാരായണീയ രൂപത്തിൽ ആവിഷ്കരിച്ച് ഭഗവാന് പുഷ്പാർച്ചന ചെയ്യുന്നത്. ആണോ? കഥകൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ മുന്നിൽ ഗുരുവായൂരപ്പൻ ഒരു സാധാരണ നമ്മൾ കാണുന്ന ദൈവമായിട്ടല്ല കാണുന്നത്, തൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നൊരു ഗുരുവായിട്ടാണ്. അതുകൊണ്ട് തുടങ്ങുന്ന ഗുരുഭവനപുരെ ആവർത്തിക്കുന്ന വാക്കുകൾ അങ്ങനെയൊക്കെയാണ്. ഗുരുവായൂരപ്പനെ ശരിക്കും ഒരു ഗുരുവായി കണ്ടുകൊണ്ട് അദ്ദേഹം മാനസികമായിട്ട് നേരത്തെ ഏതൊരു വിഷമത്തിലിരുന്നോ അതിൽ നിന്നും പടിപടിയായിട്ട് ഉയർന്നുകൊണ്ട് പരമാനന്ദ സന്തോഷ ലക്ഷ്മി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ ഉയർത്താൻ സാധിച്ചു. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എവറി മൈൻഡ് ഹാസ് ഗോട്ട് എ പൊട്ടൻഷ്യാലിറ്റി ടു ഗോ ബിയോണ്ട് എവറി ലിമിറ്റേഷൻ. സാധിക്കും അതിന്. പക്ഷെ അതിനൊരു വേണം? ഗൈഡൻസ് വേണം. അതിനൊരു നല്ലവണ്ണം പ്രയത്നം ആവശ്യമുണ്ട്. അപ്പം നമുക്കെന്താ വേണ്ടത്? ഇതൊക്കെ നല്ലവണ്ണം കേൾക്കാനുള്ള ഒരു ശ്രദ്ധ വേണം. ഇന്ന് നമ്മൾ അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നത് തിങ്സ് വിൽ ഹാപ്പൻ ബൈ ഇറ്റ് സെൽഫ്, ഗോഡ് വിൽ ടേക്ക് കെയർ. കാരണം ഞാൻ ഇന്ന് നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട്, മറ്റത് കത്തിക്കുന്നുണ്ട്, മറിച്ചത് കത്തിക്കുന്നുണ്ട്. ദൈവത്തിന് വേറെ ഒരു പണിയില്ലല്ലോ നമ്മളെ നോക്കാൻ. അതന്നെ ഭഗവാൻ തന്നെ വിചാരിക്കുന്നുണ്ട്, എനിക്കേ ഇരിക്കാൻ സ്ഥലമില്ല വീട്ടിൽ. ഇന്നത്തെ ഫ്ലാറ്റിലൊക്കെ ഭഗവാൻ എവിടെ ഇരിക്കാനുള്ള സ്ഥലം? അടുക്കളയിൽ എവിടെയെങ്കിലും ഒരു മൂലയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഭഗവാനോട് പറയും, എന്നെ ഉയർത്തു എന്ന്. നീ പലപ്പോഴും തോന്നാറുണ്ട്, പണ്ട് കാലത്തുണ്ടല്ലോ വീടൊക്കെ കെട്ടുമ്പോൾ ഭഗവാനുള്ള മുറിയായിരിക്കും ഏറ്റവും വലുത്, അല്ലേ? നടുവിലെ ആ മുറി അതായിരിക്കും ഏറ്റവും വലുത്. ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ ചെറുതായിരിക്കും. പിന്നെ ടോയ്ലറ്റ് ബാത്റൂം പുറത്താണ്, അത് സംശയമില്ല കാര്യത്തിൽ. അപ്പം അത്രയും ഒരു ഇമ്പോർട്ടൻസ് അന്ന് അതിന് കൊടുത്തിരുന്നു. പിന്നീട് ഈ മോഡേണൈസേഷൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ബെഡ്റൂമിനും അതുപോലെ തന്നെ ഡൈനിങ് റൂമിനും പിന്നെ ടോയ്ലറ്റ്, ബാത്റൂം, ഇതിനൊക്കെ വളരെ പ്രാധാന്യം വന്നു. നാട്ടിലൊക്കെയാണ് വീട് കെട്ടുന്നതെങ്കിൽ ഭഗവാൻ ഇപ്പോൾ എവിടെയും റൂമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നോക്കുമ്പോൾ ആകെയുള്ളൊരു സ്ഥലം എവിടെ വെച്ചാൽ അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. നാട്ടിൽ വീട് കെട്ടിയവർക്ക് എവിടെയായിരിക്കും? ഇത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്. കോണിച്ചോട് തന്നെ, വേറെ എവിടെയാണ് സ്ഥലമുള്ളത്? അപ്പം അതിൻ്റെ താഴെ ഇനി ആർക്കും ഇരിക്കാൻ പറ്റില്ല. ചിലപ്പം പറ്റി അതിൻ്റെ അകത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും. കാരണം ഗസ്റ്റിന് എവിടെയെങ്കിലും പോകണമല്ലോ. പക്ഷെ എന്നാലും പലരും